നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ കേരള ഫാക്ട് എന്ന ഭാഗത്തിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മാഹി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാലും മാഹി തന്നെയാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. വയനാട് ജില്ലയാണ് കർണാടകയും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെ? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. വയനാട് പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശമാണ് വയനാട് പീഠഭൂമി. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിടക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് കിടക്കുന്ന സംസ്ഥാനം സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരളത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ മലനാടിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് അടുത്തത്. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരം ഉള്ള പ്രദേശത്തെയാണ് മലനാട് എന്ന് പറയുന്നത്. അപ്പം സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് മലനാട് എന്ന് പറയുന്നത്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. അപ്പോൾ കേരളത്തിൽ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് മലനാട്? കേരളത്തിൻ്റെ 48% മലനാടാണ്. അപ്പം കേരളത്തിൻ്റെ 48% മലനാടാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകളും വീതി കുറഞ്ഞ താഴ്വരകളും ഉയർന്ന പീഠഭൂമികളും ഉള്ള പ്രദേശമാണ് മലനാട്. അപ്പം കുത്തനെയുള്ള മലഞ്ചെരിവുകളും വീതി കുറഞ്ഞ താഴ്വരകളും ഉയർന്ന പീഠഭൂമികളും ഉള്ള പ്രദേശമാണ് മലനാടെന്ന് അറിയപ്പെടുന്നത്. ഏലം, കാപ്പി, കുരുമുളക്, തേയില എന്നിവയാണ് പ്രധാന വിളകൾ. ഇവിടുത്തെ പ്രധാന കാർഷിക വിളകളാണ് ഏലം, കാപ്പി, കുരുമുളക്, തേയില. കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയാണ് മലനാട് എന്ന് പറയുന്നത്. ഒരു ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ശരാശരി 200 മുതൽ 300 വരെ ആളുകളാണ് ഇവിടെ വസിക്കുന്നത്. അപ്പം കേരളത്തിലെ മലനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ശരാശരി 1 കിലോമീറ്ററിനകത്ത് 200 മുതൽ 300 വരെ ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. അപ്പം ഉറപ്പായും ഒരു നദി ഉത്ഭവിക്കുന്ന പർവ്വതത്തിൽ നിന്നായിരിക്കും. അപ്പം കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. കേരളത്തിലെ മലനാട് പ്രദേശം പശ്ചിമഘട്ടം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ മലനാട് പ്രദേശം എന്താണ് അറിയപ്പെടുന്നത്? പശ്ചിമഘട്ടം എന്നും അറിയപ്പെടുന്നു. വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് ഈ പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത്. അപ്പം വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ടം സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. അപ്പം പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. ഉയരം 1868 മീറ്റർ അല്ലെങ്കിൽ 6128 അടി. അഗസ്ത്യാർകൂടത്തിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നെയ്യാർ. അപ്പം അഗസ്ത്യാർകൂടത്തിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നെയ്യാർ. നെയ്യാറിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള നദിയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാറിൻ്റെ നീളം 56 കിലോമീറ്ററാണ്. നെയ്യാറിൻ്റെ നീളം എത്രയാണ്? 56 കിലോമീറ്റർ. അഗസ്ത്യാർകൂടത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. അതാണ് താമ്രപർണി. താമ്രപർണി നദി ശരിക്കും തമിഴ്നാട്ടിൽ കൂടിയാണ് ഒഴുകുന്നത്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷമാണ് 2001. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷമാണ് 2001. ഈ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് താലൂക്ക്, ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട
പൂർണ്ണമായും കേരളത്തിലുള്ള ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യാർകൂടം. അപ്പം യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ അല്ലെങ്കിൽ MAB പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ ഉള്ള ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യാർകൂടം. ഇനി നമുക്ക് ആനമുടിയെക്കുറിച്ച് പഠിക്കാം. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിൽ ഇരവികുളം നാഷണൽ പാർക്കിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിൽ ഇരവികുളം നാഷണൽ പാർക്കിനകത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടി. 8842 അടിയാണ്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അപ്പം തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഏലമല, പളനിമല, ആനമല എന്നീ മലകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് ആനമുടി. അപ്പോൾ ഏതൊക്കെ മലകളാണ്? ഏലമല, പളനിമല, ആനമല എന്നീ മലകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് ആനമുടി. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമലയും വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമലയും തെക്ക് ഏലമലയും സ്ഥിതി ചെയ്യുന്നു. അപ്പം ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമലയും വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമലയും തെക്ക് ഏലമല എന്നിവ സ്ഥിതി ചെയ്യുന്നു. കേരളം ബേസിക് ഫാക്റ്റിലെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കേരളം ബേസിക് ഫാക്റ്റിൻ്റെ മൂന്നാമത്തെ വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.